ഹായ് ഫ്രണ്ട്സ്. ഒരുപക്ഷെ ഇന്നേ ദിവസം കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം ശ്രീ പിണറായി വിജയനെതിരെ CPM ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായ വിമർശനമാണ്. പ്രത്യേകിച്ചും പത്തനംതിട്ട, എറണാകുളം ജില്ലാ കമ്മിറ്റികളിൽ. അത് വളരെ നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം CPM എന്ന് പറഞ്ഞ പിണറായി വിജയൻ അല്ല, അവിടെ കീഴ് ഘടകങ്ങളുണ്ട്, അവയിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, വിമർശിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആ വിമർശനം സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒക്കെ കാര്യമായി പരിഗണിക്കും. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, തീർച്ചയായിട്ടും. അതെ, ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ പോലും ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഖാർഗെ വിമർശിക്കാം, പക്ഷേ രാഹുലിനെ വിമർശിച്ചാൽ വിവരമറിയും. BJPയുടെ കാര്യം പിന്നെ പറയാനുമില്ല. പക്ഷേ ഇനി അറിയാനുള്ളത് ഈ വിമർശനം കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം പാർട്ടിയും ഗവൺമെന്റും എല്ലാം പൂർണ്ണമായും ശ്രീ പിണറായി വിജയന്റെ നിയന്ത്രണത്തിലാണ്. കേന്ദ്ര നേതൃത്വത്തിന് പോലും അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാനാവുകയില്ല. അത്രയും ശക്തനാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഒരുപക്ഷെ നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. സഖാവ് VS ഭരിച്ചിരുന്നപ്പോൾ സംഗതികൾ നേരെ തിരിച്ചായിരുന്നു. അന്ന് പാർട്ടിയുടെ ദൗത്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് മൂക്കേറിടലായിരുന്നു. അതുകൊണ്ടല്ലേ മൂന്നാർ ദൗത്യമൊക്കെ എടുന്നല്ലേ പൊട്ടിയത്. അന്ന് വിഭാഗീയത ഏറ്റവും ശക്തമായിരുന്നു. ഇന്ന് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. അത് പാർട്ടിയുടെ ശക്തിയുമാണ്, ദൗർബല്യവുമാണ്. ദൗർബല്യം എന്ന് പറഞ്ഞാൽ പിണറായിക്ക് എതിർവായില്ല. അദ്ദേഹം എന്തു പറയുന്നു എല്ലാവരും ഏറാൻ മൂളി സമ്മതിക്കുന്നു. നമ്മൾ ഓർക്കണം, ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ ശക്തമായ ആരോപണം ഉണ്ടായപ്പോൾ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭരണഘടനാ പദവിയൊന്നുമല്ല, അത് പാർട്ടിക്കാരനാണ് തീരുമാനിക്കേണ്ടത്. എന്നിട്ട് പോലും ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എത്ര മുമ്പേ എത്രയോ തവണ രാജിവെക്കേണ്ടതാണ്. അത് തന്നെയാണ് പ്രശ്നം. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം കേന്ദ്ര ഗവൺമെന്റ് പോലും പിണറായിക്കെതിരെ ശക്തമായ നടപടി എടുക്കാത്തത് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അല്ലായിരുന്നെങ്കിൽ ശ്രീ മനീഷ് സിസോദിയയും മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കൗതിയും സാക്ഷാൽ ഡൽഹി മുഖ്യമന്ത്രിയും ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ പിണറായിയുടെ മകൾ പണ്ടേ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എനിക്കറിഞ്ഞുകൂടാ. ഒരു പരസ്പര ധാരണ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നിപ്പോയേക്കാം. അതൊക്കെ എന്ത് തന്നെ ആയിരുന്നാലും പാർട്ടിയിൽ ഉണ്ടാകുന്ന ഇത്തരം വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വം, പാർട്ടി നേതൃത്വം കാര്യമായി പരിഗണിക്കും. അതുമല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം കാര്യമായി പരിഗണിക്കും. നടപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു.